കേരളത്തിൻ്റെ മെട്രോ നഗരമായ കൊച്ചി എറണാകുളം നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി പി.ആർ. ശിവശങ്കരൻ അദ്ദേഹം സംസ്ഥാന വക്താവാണ്. അദ്ദേഹം പ്രചാരണ രംഗത്ത് ഇപ്പോൾ സജീവമായി എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. കരുത്തനായ മോദിജി തന്നെ വന്നാണ് തിരഞ്ഞെടുപ്പ് കാഹളം കൊച്ചിയിൽ എത്തിച്ചത്. എത്രത്തോളം ഒരു പ്രതീക്ഷയാണ് ഇത്തവണ പൊതുവെ കേരളത്തിനും ഒപ്പം എറണാകുളത്തിനും ഉള്ളത്? പ്രത്യേകിച്ച് മോദിജി ഉൾപ്പെടെയുള്ളവർ വളരെ ആത്മവിശ്വാസത്തോടെ കേരളത്തിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ വീക്ഷിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഇത്തവണത്തെ മത്സരത്തെ കാണുന്നത്? നോക്കൂ, കഴിഞ്ഞ കുറച്ച് നാളുകളായി ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നത് മാറാത്തത് മാറും എന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാണ്. ഒരു സംശയവുമില്ല, ജനങ്ങളത് വലിയ രീതിയിൽ ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ മോദിയുടെ റാലി ആയാലും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികകളിലൊക്കെ ശക്തമായ രീതിയിൽ വികസനത്തിന് വേണ്ടി ജനങ്ങൾ നിലകൊള്ളുന്നു എന്നുള്ള സന്ദേശമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എറണാകുളത്തും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. എറണാകുളത്തെ ഈ വികസനത്തിൻ്റെ മുരടിപ്പിനെതിരെ, അതുപോലെ തന്നെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ട്, അതുപോലെ ഇവിടത്തിൻ്റെ റോഡുകളുടെ ശോച്യാവസ്ഥ, ചേരികളുടെ വലിയ പ്രശ്നം, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു സംശയവുമില്ല, ജനങ്ങൾ വലിയ രീതിയിൽ ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന ഒരു തർക്കവുമില്ല. എറണാകുളം എന്ന് പറഞ്ഞാൽ വലിയ സാധ്യതകളുടെ ഒരു നഗരമാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള വികസനം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി ജനങ്ങൾ ഒരേ തരത്തിൽ തന്നെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുക? ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയോ? താങ്കൾക്കൊരു തിരഞ്ഞെടുപ്പ് പൾസ് കിട്ടുന്നത് എങ്ങനെയാണ്? ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. വികസനം എന്നുള്ളത് വലിയ ബിൽഡിംഗ് കൊണ്ടത് ജനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്സുകാർ ചെയ്യുന്നതാണ്. കേരളത്തിലല്ലാണ്ട് എറണാകുളത്ത് പ്രത്യേകിച്ച് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇല്ല. പ്രത്യേകിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ഈ എറണാകുളം ജില്ലയാണ് ഏതാണ്ട് 45% GDP സംസ്ഥാന ബഡ്ജറ്റിലേക്ക് കൊടുക്കുന്നത്. അതിൻ്റെ ഒരു വികസനവും എറണാകുളം ജില്ലയിൽ, പ്രത്യേകിച്ച് എറണാകുളം മുനിസിപ്പാലിറ്റി, കൊച്ചിൻ കോർപ്പറേഷനിൽ, അതുപോലെ തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിലില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ശരിക്കും മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കൂടുതൽ സംസ്ഥാന വക്താവെന്നുള്ള നിലയിൽ ടെലിവിഷനിലും പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ അജണ്ടകൾ പറയുകയും ജനങ്ങളെ പറയുകയും ചെയ്യുന്നതാണ്. ജനങ്ങൾ പ്രത്യേകിച്ച് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സർക്കാർ, LDF സർക്കാർ തുടർച്ചയായി ഭരിക്കുന്നത്. അപ്പോൾ ഇത്തവണ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സാധാരണ കാണാത്ത രീതിയിലേക്ക് മാറുകയാണെന്നൊരു പ്രതീക്ഷയാണ് പൊതുവെ ആളുകൾക്കുള്ളത്. അങ്ങനെയാണ് ഇതിനെ നിരീക്ഷിക്കുന്നത്. അതിശക്തമായ ത്രികോണ മത്സരമാണ്, ഒരു സംശയവുമില്ല. ഈ ത്രികോണ മത്സരത്തിൽ ബി.ജെ.പിക്ക് വലിയ സാധ്യതയാണ്. ബി.ജെ.പി. നിങ്ങളൊന്നും വിചാരിക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള വികസനം മുന്നേറ്റം നടത്തും. ആ മുന്നേറ്റത്തിൽ ഇരു മുന്നണികളും തകരുന്ന യാതൊരു തർക്കവുമില്ല. എന്തായാലും പ്രചരണ പരിപാടിയിൽ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ വിജയാശംസകളും. ഓക്കെ.